ഹലോ, അസ്സാം വലൈക്കും. ഷമീമാണ് പിന്നെ റൂമിലുള്ള ഇത്. ഇന്ന് രാവിലെ നാട്ടിലെ ഒരു 12:45 ഒരു മണി സമയത്ത് സംഭവിച്ചതാണ്. എൻ്റെ വീട്ടിൽ 3 ബെഡ്റൂമാണ്. അതിൽ മേലെയുള്ള ബെഡ്റൂമിൽ നിന്ന് ഉണ്ടായതാണ്. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയാൻ പറ്റില്ല. ഒരു ശ്രദ്ധക്കുറവുകൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ്. ഈ ഒരു മെസ്സേജ് ഞാൻ എല്ലാവർക്കും ഒരു റിമൈൻഡർ അല്ലെങ്കിൽ ഒരു ഐ ഓപ്പണർ എന്നുള്ള നിലക്കിടുകയാണ്. നമ്മൾ വീടുകളിൽ നമ്മൾ ഫോണ്, ലാപ്ടോപ്പ് അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ USB ചാർജ് ചെയ്യാൻ വെക്കും, അതൊക്കെ ചാർജ് ചെയ്ത് വെക്കാറുണ്ട്. ഈ ചാർജ് ചെയ്യുന്നത് നമ്മൾ 100% ആവാൻ നിൽക്കാതെ 95% ആകുമ്പോൾ കഴിയണത് ഊരിക്കളിയാണ്. ഇതെൻ്റെ മൂത്ത മകള് അവളുടെ ശ്രദ്ധക്കുറവ് മൂലം ലാപ്ടോപ്പ് രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ അവിടെ കുത്തിവെച്ചതിന് ശേഷം അങ്ങനെ വെച്ചിട്ട് പോയതാണ്. രാവിലെ തന്നെയാണ് ഫുൾ ചാർജായി പൊട്ടിത്തെറിച്ചു. ഡോറ് ചാരിയിരിക്കുകയായിരുന്നു. അത് കാരണം എൻ്റെ ചെറിയ മകളൊന്നും സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അവൾ മേലോട്ട് കയറിയപ്പോൾ പുക വരുന്നത് കണ്ടു. പുക വരുന്നത് കണ്ടപ്പോൾ ഇവളുടെ കൂടെ അവളുടെ കൂട്ടുകാരി ഉണ്ടായിരുന്നു. ഇവൾക്ക് മനസ്സിലായിട്ടില്ല. ഇവളുടെ കൂട്ടുകാരി കുറച്ച് മൂത്തതാണ്, 1 വയസ്സ് മൂത്തൻ്റെ. ചെറിയ മോൾ 5 വയസ്സാണ്. അപ്പോൾ ഇവൾ നേരെ ഓടി ചെന്നിട്ട് എൻ്റെ വൈഫിനോട് പറഞ്ഞപ്പോഴത്തേക്കും ഡോറ് തുറക്കാൻ പറ്റാത്ത രീതിയിൽ കനത്ത പുകയായിരുന്നു. അത് റൂമിൽ കാണാനുണ്ട്, വീഡിയോയിൽ കാണാനുണ്ട്. കനത്ത പുകയായിരുന്നു. പുക കാരണം ശ്വാസം മുട്ടൽ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവളുടെ ആങ്ങളെ വിളിച്ച്, അവൻ്റെ സുഹൃത്തുക്കളും പിന്നെ അവിടെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് വേറെ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് പുറത്തു കൂടെ കയറി ബാൽക്കണീൻ്റെ വാതിൽ ചവിട്ടി തുറന്നിട്ട് ഇതായി. AC കംപ്ലീറ്റ് കത്തിപ്പോയി, ലാപ്ടോപ്പ് കത്തി, പിന്നെ അതിൻ്റെ ഉള്ളിലെ കട്ടിൽ കാണുന്ന പോലെ കത്തി, ബെഡ് കത്തി. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭാഗ്യവശാൽ പഠിച്ചവൻ സഹായിച്ച് മക്കൾക്കും വൈഫിനൊന്നും പറ്റിയില്ല. ഒന്നാമത് ആ നേരം സാധാരണ സ്കൂളില്ലാത്ത സമയത്ത് അവൾ ചിലപ്പോൾ അടുക്കളയിലും കുട്ടികൾ താഴെ ബെഡ്റൂമിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടായി. ഇത് വേഗം അണക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഞാൻ വീണ്ടും പറയാണ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളെ റൂമിലായാലും നാട്ടിലായാലും എവിടെ ആയാലും, പ്രത്യേകിച്ച് നാട്ടിലിപ്പോൾ ചൂടൊക്കെയാണ്. ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ തന്നെ ഇത് ഭയങ്കരമായിട്ട് ചൂടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വേഗം കത്തിപ്പിടിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ കുത്തി വെച്ചിട്ട് സംസാരിക്കാതിരിക്കുക, യൂസ് ചെയ്യാതിരിക്കുക. ഫോണും എന്ത് ഗാഡ്ജറ്റ്സ് ആയാലും എപ്പോഴും ചിലപ്പോൾ നമുക്കൊരു കാവലുണ്ടായിക്കൊള്ളണമെന്നില്ല. അതൊരോ സമയമാണ്. നമ്മൾ അങ്ങനെ പറയുള്ളൂ ഇതിന്. പിന്നെ നമ്മളോരോന്നുണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ വിധി അത് ഇതെന്ന് പറയുകയും ചെയ്യും. ശ്രദ്ധിക്കുക. ഞാൻ പിന്നെ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് എന്താണ് അവിടെ എന്നുള്ള ഒരു ആവലാതി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഭയങ്കര ഒരു ഇതുണ്ട്. കാരണം നമുക്ക് പോകാനും പറ്റില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ വീട്ടിൽ വൈഫും മക്കളും ഒറ്റക്കാണ്, വേറെ ആരും ഇല്ല. അപ്പോൾ പിന്നെ അവളുടെ വീടൊക്കെ അടുത്തുള്ളതുകൊണ്ട് അവളുടെ ആങ്ങള് സഹായിക്കാനുള്ള ആളുകളൊക്കെ വന്നിട്ട് സഹായിച്ച് ഒക്കെ ചെയ്ത് അങ്ങനെ. ഈ ഗ്രൂപ്പിൽ ഈ മെസ്സേജ് ഇടാൻ പാടുണ്ടോ അറിയില്ല, പക്ഷേ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്താണ്. അസ്സലാമു അലൈക്കും.